നാവികസേനയുടെ കരുത്തു കാട്ടാൻ ഡിസംബർ 3-ന് ശംഖുമുഖം ബീച്ചിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഈ മാസം 29, ഡിസംബർ 1 തീയതികളിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കും. ഇന്ത്യൻ നാവികസേന അതിന്റെ പോരാട്ട വീര്യവും കഴിവും പ്രകടിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കും. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് വേദിയായിട്ടുള്ള തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ്. ഡിസംബർ 3-നാണ് ആ ചരിത്ര മുഹൂർത്തം. നാവികസേനയുടെ ആയുധക്കരത്തിൻ്റെയും പ്രതിരോധശേഷിയുടെയും വിസ്മയങ്ങളുടെയും ഒക്കെ കാഴ്ച വിരുന്നൊരുക്കുന്ന ആ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് തലസ്ഥാനം. ഈ വർഷത്തെ നാവികസേനാ ദിനാചരണം നടത്തുന്നതിനായി ശംഖുമുഖം തീരം തിരക്കിട്ട് മോടികൂട്ടുകയാണ്. 14 കോടി രൂപയോളം ചെലവിട്ടാണ് തീരം നവീകരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിശിഷ്ട അതിഥികൾ ഡിസംബർ 3-ന് നടക്കുന്ന പരിപാടിക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളുമാണ് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്നത്. We the Indian Navy and the Kerala state government is preparing for the major naval op demonstration at Shanghamukham Beach that is on the 3rd of December. We are here to showcase our operational readiness with a wide range of capabilities which will be showcased by the integrated display of ship, aircraft and submarines. നാവികസേനയുടെ പോരാട്ട വീര്യവും ശേഷിയും പൗരന്മാർക്ക് കാണാൻ ഇതൊരു സവിശേഷ അവസരമാകും. ഡിസംബർ 3-ന് ശംഖുമുഖം ബീച്ചിലാണ് ഇന്ത്യൻ നാവികസേനയുടെ പോരാട്ട വീര്യവും ശേഷിയും പ്രകടിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. ഒഡീഷയിലെ പുരിയിലും മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലും പരിപാടികൾ മുൻപ് നടന്നിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു പരിപാടി എത്തുന്നത്. നാവികസേനയുടെ കരുത്ത് തലസ്ഥാനത്ത് തെളിയിക്കാൻ ആദ്യമായൊരു വേദി തിരുവനന്തപുരത്ത് തയ്യാറാകുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ വരും ദിവസങ്ങളിൽ ഇവിടെ എത്തും. ഡിസംബർ 3-ന് ഒരു ചരിത്ര നിമിഷത്തിനു കൂടി ഈ ശംഖുമുഖം വേദിയാകും. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി ഡൊമെയിൻ പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങൾ പൗരന്മാർക്ക് കാണാൻ ഈ മെഗാ ഇവന്റ് ഒരു സവിശേഷ അവസരം നൽകും. കേരള സർക്കാരിൻ്റെയും സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് പരിപാടിയുടെ നടത്തിപ്പിനായുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിശാഖപട്ടണത്തെ നടന്നതിനേക്കാൾ ഒരു പടി മുകളിലുള്ള പ്രകടനങ്ങൾ രാജ്യത്തിൻ്റെ തെക്കേ അറ്റമായ ശംഖുമുഖത്ത് സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് നാവികസേന. ഡിസംബർ 3-നായി കാത്തിരിക്കുകയാണ് തലസ്ഥാനവാസികളും. എന്തൊക്കെ കാഴ്ചകളും വിസ്മയങ്ങളും കൗതുകങ്ങളുമായിരിക്കും നാവികസേന സമ്മാനിക്കുന്നതെന്ന് കാണാനായി. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.